മെയ് 22 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: കാഷ്യയിലെ വിശുദ്ധ റീത്ത, വിശുദ്ധ ഐവോ ഹെലോറി, വിശുദ്ധ ഔസോണിയൂസ്, വിശുദ്ധ ബോംബോ, വിശുദ്ധ ബോയത്തിയാൻ, വിശുദ്ധ കാസ്തൂസ്, വിശുദ്ധ എമിലിയസ്. കാഷ്യയിലെ വിശുദ്ധ റീത്ത 1386 1456 കാലഘട്ടത്തിലാണ് കാഷ്യയിലെ വിശുദ്ധ റീത്ത ജീവിച്ചിരുന്നത്. മർഗരീത്ത എന്നായിരുന്നു റീത്തയുടെ ജ്ഞാനസ്നാന നാമം. പിന്നീട് ലോപിച്ച് റീത്തയായതാണ്. ഉംബ്രിയയിലെ സ്പൊളോഞ്ഞയിൽ കർഷകരായിരുന്നു അവളുടെ മാതാപിതാക്കന്മാർ. യേശുക്രിസ്തുവിന്റെ സമാധാന പാലകർ എന്നാണ് അയൽക്കാർ അവരെ സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത്. വാർദ്ധക്യത്തിൽ അവർക്ക് ജനിച്ച ഏകപുത്രി റീത്ത ഏകാന്ത ജീവിതം കൊതിച്ച് കാഷ്യയിലെ അഗസ്തീനിയൻ മഠത്തിൽ ചേരാൻ തുടങ്ങിയതാണ്. എന്നാൽ മാതാപിതാക്കന്മാർ അജ്ഞാതമായ ഏതോ കാരണത്താൽ അവളെ ഭയങ്കരനും മുൻകോപിയുമായ പോൾ ഫെർഡിനാൻഡ്സിന് വിവാഹം കഴിച്ചു കൊടുത്തു. അവരുടെ ഇഷ്ടം ദൈവ തിരുമനസ്സായി റീത്ത സ്വീകരിച്ചു. ഭർത്താവിന് റീത്തയുടെ ഭക്തിയൊന്നും ഇഷ്ടപ്പെട്ടില്ല. കുടിച്ച് മതോന്മത്തനായി വരുമ്പോൾ അവളെ അയാൾ കഠിനമായി ദ്രോഹിച്ചിരുന്നു. 2 ആൺകുട്ടികൾ അവർക്കുണ്ടായി. അവർ ദിനംപ്രതി അമ്മയോടുകൂടെ ദിവ്യബലിയിൽ പങ്കെടുത്തിരുന്നു. അവളുടെ പ്രാർത്ഥനകളും പ്രായച്ചിത്തങ്ങളും ദരിദ്ര സന്ദർശനങ്ങളും അവസാനം പൂവണിഞ്ഞു. ഭർത്താവ് മാനസാന്തരപ്പെട്ടു. എന്നാൽ താമസിയാതെ ഒരു വനത്തിൽ വെച്ച് ആരോ അയാളെ വധിച്ചു. റീത്ത ഘാതകരോട് ക്ഷമിച്ചു. എന്നാൽ മക്കൾ പ്രതികാരം ചെയ്യണമെന്ന് ദൃഢവ്രതരായിരുന്നു. അവർ ആ കൊലപാതകം നടത്തുന്നതിന് മുൻപ് മരിച്ചാൽ മതിയെന്ന് റീത്ത പ്രാർത്ഥിച്ചു. ആ വർഷം തന്നെ 2 മക്കളും പിതൃഘാതകരോട് ക്ഷമിച്ചുകൊണ്ട് മരിച്ചു. അന്ന് റീത്തയ്ക്ക് 30 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. കാഷ്യയിലെ അഗസ്തീനിയൻ മഠത്തിൽ ചേരാൻ അവൾ അനുമതി ചോദിച്ചു. 3 പ്രാവശ്യം അനുമതി നിഷേധിക്കപ്പെട്ടു. 1417 ഒരു രാത്രി വിശുദ്ധ അഗസ്റ്റിനും സ്നാപക യോഹന്നാനും ടൊളന്റിനോയിലെ വിശുദ്ധ നിക്കോളോസും വന്ന് റീത്തയെ കൂട്ടിക്കൊണ്ടുപോയി മഠം കപ്പേളയാക്കി. രാവിലെ സഹോദരിമാർ റീത്തയെ കണ്ടപ്പോൾ വിസ്മയിച്ചു പോയി. വാതിൽ അതുവരെ ആരും തുറന്നിരുന്നുമില്ല. റീത്തയുടെ വാക്കുകൾ മഠാധിപ സ്വീകരിച്ച് അവളെ മഠത്തിൽ ചേർത്തു. നൊവീഷ്യേറ്റ് മുതൽ റീത്ത വിശുദ്ധിയിൽ പിന്നെയും വളർന്നുകൊണ്ടിരുന്നു. 1442 കർത്താവിന്റെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഠത്തിന്റെ ഭിത്തിയിലുണ്ടായിരുന്ന കർത്തൃരൂപത്തിലെ മുൾമുടിയിൽ നിന്ന് പ്രകാശം ചിന്തുന്ന കുറെ രശ്മികൾ അവളുടെ നെറ്റിയിൽ പതിച്ചു. ഒരു മുള്ള് അവളുടെ നെറ്റിയിൽ പതിഞ്ഞു. ആ മുറിവ് ഉണങ്ങാഞ്ഞതിനാൽ അവളുടെ കൊച്ചുമുറിയിൽ 8 വർഷം ഏകാകിനിയായി താമസിച്ചു. മുറിവ് പഴുത്ത് ദുർഗന്ധം പുറപ്പെട്ടിരുന്നു. 1450 വിശുദ്ധ വത്സരത്തിൽ സിയന്നായിലെ ബെർണാഡിന്റെ നാമകരണത്തിന് റീത്ത റോമിൽ പോകാൻ ആഗ്രഹിച്ചു. ഉടനടി വ്രണം സുഖപ്പെട്ടു. 144 കിലോമീറ്റർ നടന്ന് അവൾ റോമിലെത്തി. നാമകരണ ചടങ്ങിൽ ബൊളോഞ്ഞയിലെ വിശുദ്ധ കാതറിൻ, വിശുദ്ധ ജോൺ കാപ്പിസ്ഥാൻ എന്നീ വിശുദ്ധരോടൊത്ത് പങ്കുകൊണ്ടു. 7-ാം വർഷം റീത്ത മരിച്ചു. അസാധാരണ കാര്യങ്ങളുടെ മധ്യസ്ഥ എന്നാണ് സ്പെയിൻകാർ റീത്തയെ സംബോധന ചെയ്യുന്നത്. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ റീത്തയെ 1900 മെയ് 24 ലയോ 13 മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഇന്നേ ദിവസം വിശുദ്ധ ജോൺ ബാപ്റ്റിസ്റ്റ് റോസി പറഞ്ഞ വാക്കുകൾ നമുക്ക് വിചിന്തനം ചെയ്യാം. സ്വർഗത്തിന് അർഹമാകാൻ അവിശ്രമം അധ്വാനിക്കണം. വിശുദ്ധയായ റീത്തയെ ഈ ലോകത്ത് പരീക്ഷണങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് അടുക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പിതാവായ ദൈവത്തിനോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.